ഇന്നലെ മുംബൈ ഇന്ത്യൻസും ചെന്നൈയും തമ്മിലുള്ള IPL പോരാട്ടത്തിൽ ഒരു മലയാളിയുടെ താരോദയത്തിന് കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. അതിൽ ആ താരോദയമുണ്ടായ വീടിൻ്റെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണക്കാരനാണ് വിഘ്നേഷ് പുത്തൂർ. ആ വിഘ്നേഷ് പുത്തൂരിൻ്റെ പിതാവ് സുനിലും അമ്മ ബിന്ദുവുമാണ് കൂടെയുള്ളത്. ഇന്നലെ മകൻ തകർത്താടിയിരിക്കുകയാണ്. വലിയ അഭിനന്ദനങ്ങൾ എല്ലാ ഭാഗത്തു നിന്ന് വരുന്നത്. എങ്ങനെയുണ്ട് ഈ നിമിഷം? വലിയൊരു സന്തോഷമായി. അത് നല്ല നമ്മൾ പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൽ കിട്ടി, നല്ല പെർഫോം ചെയ്തു, നല്ല സന്തോഷമായി. കണ്ടിരുന്നോ മകൻ്റെ പെർഫോമൻസ്? കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അവൻ്റെ ഏറ്റവും ബെസ്റ്റാണ് ഇന്നലെ കാഴ്ചവെച്ചത്. വിളിച്ചു, കുറച്ചു നേരം വർത്താനം പറഞ്ഞു. 12:30 ഉണ്ടാവും റൂമിലേക്ക് എത്തിയിട്ട്. നല്ല സന്തോഷമായി. വിളിച്ചു, പിന്നെ 2 മണിയാകുമ്പോൾ വീണ്ടും വിളിച്ചു. 2 മണിക്ക് വീണ്ടും വിളിച്ചു. അച്ഛനും അമ്മ എന്താ ഉറങ്ങിയിട്ടില്ലേ ചോദിച്ചിട്ടില്ലേ. സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. വിളിച്ചിട്ട് സന്തോഷം അറിയിച്ചു. അങ്ങനെ തന്നെ. അല്ല, അതൊന്നും പറഞ്ഞില്ല. എൻ്റെ ആളത് എക്സൈറ്റ്മെൻറ്റിലാണ്. മത്സരത്തിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചെന്നൈയുടെ നായകൻ്റെ വിക്കറ്റ് എടുക്കുന്നു. തുടർച്ചയായി പിന്നെ 2 വിക്കറ്റ്, അങ്ങനെ 4 ഓവറിലും 3 വിക്കറ്റ് തന്നെ വീഴ്ത്തി. അതെ അതെ, വലിയൊരു മഹാഭാഗ്യമാണ്. നമ്മളെ ദൈവങ്ങളൊക്കെ അനുഗ്രഹിച്ച് നല്ലൊരു ഭാഗ്യത്. ചെറുപ്പം മുതലേ ഇങ്ങനെ ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ചെറുപ്പം മുതലേ കളികളാണ്. അതെ, ഫുൾ സപ്പോർട്ട് ഞങ്ങളെല്ലാ ഇതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. വലിയൊരു സന്തോഷമായി. അത് മത്സരത്തിൽ ഇറങ്ങാൻ അവസരം ലഭിക്കുന്നു അത് പ്രതീക്ഷിച്ചിട്ടില്ല, പെട്ടെന്ന് കിട്ടിയതാണ്. എന്നാലും ഇറങ്ങിയാലും നല്ലോണം പെർഫോം ചെയ്ത് 3 വിക്കറ്റൊക്കെ എടുത്തു. നല്ലൊരു സന്തോഷമായി. അത് ഭയങ്കര. മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. 5:30 വിളിച്ചിരുന്നു. അമ്മ, അച്ഛാ ഞാൻ കളിക്കാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. കളിക്കുന്നുണ്ടോ ചോദിച്ചാൽ അറിയില്ല അമ്മ, ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് ഇറങ്ങിയത്. സാറ് വിജയൻ സാറ് ക്യാമ്പിലാണ് മൂപ്പര് വർക്ക് ചെയ്തിട്ടുള്ളത്. വിജയ് സാർക്കാണ് ഫുൾ ക്രെഡിറ്റ്. എന്നാലും വിഘ്നേഷ് പുത്തൂരിനെ കോച്ച് ചെയ്ത് ഇത്തരത്തിൽ മലയാളികൾക്ക് അഭിമാനമാക്കി മാറ്റിയ താരം തന്നെയാണ്. എന്താണ് ഇപ്പോൾ വിജയകുമാർ, എന്താണ് ഇപ്പോൾ വലിയൊരു നേട്ടമാണല്ലോ ശിക്ഷ? സന്തോഷം, അഭിമാനത്തിൻ്റെ നിമിഷം. ഇനിയും എന്താ പറയുക, പീക്ക് ചെയ്യാനാവണേ ഉള്ളൂ. ലേറ്റായിട്ടൊന്നുമില്ല. അതായത് ഒരു പ്ലെയർ പീക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആണ്. അപ്പോൾ ഇപ്പോഴും യങ്സ്റ്ററാണ്, നല്ല രീതിയിൽ കളിച്ച ഒരു യങ്സ്റ്റർ. അപ്പോൾ ഇനിയുള്ള ടൈമാണ് വിഘ്നേഷിൻ്റെ ടൈം വരാൻ പോകുന്നത്. ഇന്നലത്തെ കളി കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നു, ഗംഭീരമായി. ഫസ്റ്റ് ബോൾ ഈ നമ്മൾ ക്രിക്കറ്റ് ഭാഷയിൽ പറയുകയാണെങ്കിൽ റൈറ്റ് ഓൺ മണി എന്ന് പറയും ഫസ്റ്റ് ബോൾ. അപ്പോൾ അതുമുതലേ കമൻറ്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു നല്ല കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെയാണ്. അപ്പോൾ ഞാൻ 2005 മസ്കറ്റിലായിരുന്നപ്പോൾ വാസു പരഞ്ച്പേ എന്ന് പറഞ്ഞ ബോംബെയിലത്തെ ഇന്ത്യയിലത്തെ ഒരു ദ്രോണാചാര്യ വലിയ ക്രിക്കറ്റ് കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന സംഗതിയാണ് ഞാൻ മുംബൈക്ക് കളിക്കുന്ന ഇപ്പോൾ ഉള്ള നമ്മളെ വിഘ്നേഷിനെ പഠിപ്പിച്ചത്. ബോളിംഗ് സ്റ്റൈലും ഇതിനോടൊപ്പം വലിയ ചർച്ച, ചൈന ബോൾ എന്നൊക്കെ പറഞ്ഞു. ചൈനാമൻ അത് തന്നെയാണ്. അപ്പോൾ അതിൽ ഈ ലെഗ് സ്പിൻ എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് എറിയുന്നതാണ്. അപ്പോൾ അതെന്നെ പഠിപ്പിച്ച് തന്ന് ഞാൻ മസ്കറ്റിൽ നാഷണൽ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വാസു പരഞ്ച്പേ എന്ന് പറഞ്ഞ ഇന്ത്യയിലത്തെ വലിയൊരു കോച്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച് തന്ന പകർന്നു തന്ന സംഗതിയാണ് എനിക്ക് ഇയാൾക്ക് വിഘ്നേഷിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇന്നലെ വീഴ്ത്തിയ വിക്കറ്റുകൾ പോലും പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ്. അതും ചെന്നൈ പോലുള്ളൊരു ടീമിൻ്റെ നായകൻ്റെ അടക്കം ഗംഭീരമാണ്. അത് വേറൊരു ഭാഗ്യം കൂടി ഉണ്ട്. അതായത് ഈ ഫസ്റ്റിലത്തെ മാച്ചാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ഹെൽപ്പാവില്ലായിരുന്നു. 279 അടിച്ച പിച്ചിൽ വിഘ്നേഷിന് ഈ സ്പിന്നേഴ്സിന് ഹെൽപ്പില്ലല്ലോ. 279 റണ്ണാണ് അടിച്ചത് ഫസ്റ്റ് മാച്ചിലായിരുന്നെങ്കിൽ. അത് രണ്ടാമത്തെ ഇതിലായിരുന്നുകൊണ്ട് ചെന്നൈ ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്തു. ഫസ്റ്റ് മാച്ചിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പ്ലെയർ ആയിട്ടാണ്. ആണ്. അതിന് ടൈം ഉണ്ടല്ലോ. ടൈം ഞാൻ പറഞ്ഞ മാതിരി അത് ചെറിയ കുട്ടിയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് LKG ആണെന്നല്ലേ. ഇനി അത് സ്റ്റഡി പ്രോഗ്രസ് നമുക്ക് കാണാം. കൂടുതൽ മത്സരങ്ങളിലേക്ക് അവസരം ലഭിക്കാനുള്ള ഒരു കാരണം കൂടിയായി മാറിയില്ല സത്യത്തിൽ. അല്ല, നമ്മൾ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ തന്നെ കളിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചാൻസ് കൂടുതലാണ്. അതിൽ ലെഗ് സ്പിന്ന് ഇതിൽ ചൈനാമാൻ എറിയുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും എണ്ണം കുറവാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സീനിയർ ആരാന്ന് ചോദിച്ചാൽ കുൽദീപ് യാദവാണ്. അപ്പോൾ അത്ര ആലോചിച്ച് വെക്കാം, അയാൾ ഗ്യാപ്പ് വേണം. അപ്പോൾ അയാൾ ആണ്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി എൻ്റെ ആ ഗുരുവിനെ ഇപ്പോഴും ഓർക്കണു. വാസു പരഞ്ച്പേ സാറ് മുംബൈ മട്ടുങ്ക സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം മസ്കറ്റിൽ നിന്ന് പറഞ്ഞു തന്ന സംഗതി അത് പഠിപ്പിച്ചു കൊടുത്ത് വളരെ എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത്ര ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതലേ. അതുണ്ടായിരുന്നു. ബാബുവേട്ടൻ കൊണ്ടുവരുമ്പോൾ പറഞ്ഞു അധികം സംസാരിക്കാത്ത ആളാണെന്ന് പറഞ്ഞു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം സംസാരിക്കേണ്ട, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മതി, നമ്മൾ ക്രിക്കറ്റിൽ അങ്ങനെ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത്രയും ഡിസിപ്ലിൻ
കാണിക്കുന്ന കളിയിൽ പ്രാക്ടീസിലാണെങ്കിലും അത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് നഷ്ടപ്പെടാതെ കളിക്കുക. ഇത് കിട്ടിയത് വലിയ പ്ലാറ്റ്ഫോമാണ് ലോകത്തിൽ. മത്സരത്തിൽ ഇല്ല 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 അത് മെല്ലെ അതെ 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 അതിന് ടൈം കിട്ടി അങ്ങോട്ടും വിളിക്കണം ഇങ്ങോട്ടും വിളിക്കും. പക്ഷേ ഇതാണ് ഇനി ഇതിന്ന് വളരുക എന്നല്ലാണ്ട് നമ്മൾ ഗ്രാഫ് സ്റ്റാഗ്നേഷൻ വരാൻ പാടില്ല, മുകളിലേക്ക് പോകണം. അതേ ഉള്ളൂ പ്രാർത്ഥന. എന്തായാലും വലിയ സന്തോഷത്തിലാണ് കോച്ചും കുടുംബവും ഒക്കെ തന്നെ, അമ്മയും അച്ഛനും ഒക്കെ തന്നെ. അമ്മയെ പെരിന്തൽമണ്ണയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അതെ അതെ, ടൗണിലാണ് പെരുന്നാൾ. അപ്പോൾ ആ സുനിലേട്ടൻ്റെ മകനാണ് ഇപ്പോൾ ഈ മലപ്പുറത്തിനും പെരിന്തൽമണ്ണയ്ക്കും ഒക്കെ തന്നെ അഭിമാനം, കേരളത്തിൽ തന്നെ അഭിമാനമായി ഇത്തരത്തിലൊരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ്. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ടാവില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഒരുപാട് ആൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അഭിനന്ദനം വിളിച്ചിരുന്നു, ഒരുപാട് പേര് വിളിച്ചിരുന്നു. ഉറങ്ങിയിട്ടുണ്ട്. ഇല്ല, എന്തായാലും ആ രാത്രി മുഴുവൻ, ഇന്നലത്തെ രാത്രി മുഴുവൻ ഇവിടെ ഒരു ആനന്ദരാവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഈ കുടുംബവും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുപൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.